വെൽക്കം ടു ഓൾ. എല്ലാവർക്കും മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വൃത്തങ്ങൾ, സർക്കിൾസ് എന്നുള്ള പാഠഭാഗമാണ്. ഇപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ പാഠഭാഗത്തിലേക്ക് പോകുന്നു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അരിത്തമെറ്റിക് സീക്വൻസസിനകത്ത് സമാന്തര ശ്രേണികൾക്കകത്ത് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കണക്കുകളാണ് നമ്മൾ ചെയ്തത്. എന്നാൽ സർക്കിൾസിനകത്ത് നമ്മൾ ഒരുപാട് നിർമ്മിതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ആംഗിൾസുമായി ബന്ധപ്പെട്ട, കോണുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ചില പ്രൂഫുകൾ തെളിയിക്കാനുള്ള കണക്കുകളൊക്കെ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നോക്കുന്നു. മാത്രമല്ല SSLCക്ക് 10ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിന്, കൊല്ലപ്പരീക്ഷയ്ക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് വൃത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം സീരിയസ്നെസ്സോട് കൂടി നമ്മൾ ഈ ചാപ്റ്ററിനെ നോക്കിക്കാണണം. ഇതിലെ കണക്കുകളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. സർക്കിൾസ്. അപ്പോൾ സർക്കിൾസിനകത്ത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മട്ടകോണും വൃത്തവും, റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ. ഇപ്പോൾ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഇവിടെ നമ്മൾക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു വൃത്തം തന്നിട്ടുണ്ട്, അതിനകത്ത് ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകുന്നത്? നോക്കുക, ഇവിടെ AB എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. AB ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് അത് എൻഡ്സ് ഓഫ് ദി ഡയമീറ്റർ. ഈ ഒരു AB എന്ന് പറയുന്ന വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങളും P എന്ന മറ്റൊരു ബിന്ദുവിലേക്ക്, വൃത്തത്തിൽ തന്നെ ഓൺ ദി സർക്കിളിലുള്ള മറ്റൊരു പോയിന്റ് ആയിട്ടുള്ള P എന്ന ബിന്ദുവിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളിൻ്റെ, ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ, ഡയമീറ്ററിൻ്റെ രണ്ടറ്റങ്ങളും വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഭാഗത്ത് അല്ലേ, ഓൺ ദി എയ്തർ പാർട്ട്. ഇനി താഴത്തേക്കാണെങ്കിലും നമുക്കതുപോലെ ഒരു റൈറ്റ് ആംഗിൾ കിട്ടും അല്ലേ. ഓൺ എയ്തർ പാർട്സ്, ഏതൊരു ഭാഗത്തേക്ക്, മുകളിലേക്കാവാം താഴേക്കാവാം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത്, കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ദിസ് ഈസ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്ന ആദ്യത്തെ പോയിൻ്റാണത്. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുമായി കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ മട്ടകോണായിരിക്കും അല്ലേ. ഒരു ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡ്സ് സർക്കിളിലെ മറ്റൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ദിസ് ഈസ് ദി ഫസ്റ്റ് കോൺസെപ്റ്റ്. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്, പല ആളുകൾക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ 90 ഡിഗ്രി എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് 90 ഡിഗ്രി വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കുക, ഇവിടെ ചിത്രത്തിൽ നോക്കുക. ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ ഞാൻ എന്ത് ചെയ്തു? ആ ഒരു പോയിന്റിൽ നിന്നും സെൻറ്റർ ഓഫ് ദി സർക്കിൾ മാർക്ക് ചെയ്തു. AB എന്നുള്ള വ്യാസത്തിൽ നിന്നും അതിൻ്റെ സെൻറ്റർ, വൃത്തകേന്ദ്രം അടയാളപ്പെടുത്തി O എന്ന് പറയുന്ന ഒരു പോയിന്റ്. എന്നിട്ട് ഇവിടെ നിന്നും ഈ വൃത്തകേന്ദ്രത്തിലേക്ക് ഒരു വര വരച്ചു അല്ലേ. ആ ലൈനിനെ പറയുന്ന പേരെന്താണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ, വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇതും വൃത്തത്തിൻ്റെ ആരമാണ്, ഇതും വൃത്തത്തിൻ്റെ റേഡിയസ് ആണ് അല്ലേ. OB എന്ന് പറയുന്നത് റേഡിയസ് ആണ്, OA എന്ന് പറയുന്നതും റേഡിയസ് ആണ്. ഇനി നോക്കുക, ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ എടുത്തു. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഇതിന് നമ്മൾ നോടി ഒന്ന് പുതിയ രീതിയിലേക്ക് മാറ്റി വരച്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ആംഗിൾ X എടുത്തു. ഈ ആംഗിൾ എത്രയെന്ന് എനിക്കറിയില്ല, ഈ കോൺ എത്ര ഡിഗ്രി എന്നറിയില്ല, അതുകൊണ്ട് അതിനെ X ഡിഗ്രി എന്ന് എടുത്തു. എന്നിട്ട് ഇവിടേക്ക് ഈ ഒരു ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ X ഡിഗ്രി ആണ് എങ്കിൽ ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇത് റേഡിയസ് ഓഫ് ദി സർക്കിളാണ്. ഇതെന്താണ്? റേഡിയസ് ആണ്, ആരമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ത്രികോണം പരിഗണിക്കുമ്പോൾ ഇവിടെ AO, നോക്കുക, AOP എന്നുള്ള ത്രികോണം പരിഗണിക്കുന്ന സമയത്ത് ഇവിടെ AOയും POയും ഈക്വൽ ആണ്. AOയും POയും തുല്യമാണ്. കാരണം എന്താണ്? അത് ഒരേ വൃത്തത്തിൻ്റെ ആരങ്ങളാണ്, റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ, ഈ ഒരു ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അത് സമപാർശ്വ ത്രികോണമാണ്. ആ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെ കിടക്കുന്ന കോണുകൾ എന്തായിരിക്കും? തുല്യമാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിൾ X ഡിഗ്രി നമ്മൾ പറഞ്ഞു വെച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? അതും X ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെയും X ഡിഗ്രി, ഇവിടെയും X ഡിഗ്രി എന്ന് വന്നത്. അതേപോലെ നമ്മൾ സിമിലർ പാറ്റേണിൽ ഇതേ രീതിയിൽ തന്നെ നമ്മൾ അടുത്ത ട്രയാങ്കിൾ പരിഗണിക്കുന്നു, അടുത്ത ത്രികോണം പരിഗണിക്കുന്നു. ഏതാണത്? OBP.
അപ്പോൾ ഈ ത്രികോണം പരിഗണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ബിക്ക് പകരം ആംഗിൾ ബി വൈ എന്ന് സങ്കല്പിച്ചു. ഇനി നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇത് റേഡിയസ് ഓഫ് ദി സർക്കിളാണ്. നോക്കുക, ഇവിടെ റേഡിയസ് ഓഫ് ദി സർക്കിളാണ് ആദ്യം കാണിച്ചിരിക്കുന്ന ഒ പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒ ബി എന്താണ്, അതും റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് വൈ ഡിഗ്രി ആണ്, ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇവിടെയും വൈ ഡിഗ്രി തന്നെ വരണം. അതുകൊണ്ടാണ് ഇവിടെ വൈ ഡിഗ്രി എന്ന് വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വലിയ ട്രയാങ്കിൾ പരിഗണിച്ചു. ഏതാണത്, എ പി ബി. അപ്പോൾ ട്രയാങ്കിൾ എ പി ബിയിലെ ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും, 180 ഡിഗ്രിയാണ് അല്ലേ. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണത് കൂട്ടി നോക്കാം അല്ലേ. 180 തന്നെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം എക്സ് ഡിഗ്രി അല്ലേ, ആദ്യത്തെ ആംഗിൾ എക്സ് ഡിഗ്രിയാണ്, അത് എഴുതി. അടുത്ത വീണ്ടും എക്സ് ഡിഗ്രി അല്ലേ, ഇവിടെ വൈ ഡിഗ്രി അല്ലേ. ആംഗിൾ ബി നോക്കിയാൽ എത്രയാണ്, വൈ ഡിഗ്രി. അതിനുശേഷം എന്താണ്, എക്സും വൈയും ആണ്, അതിൻ്റെ ബ്രാക്കറ്റ് ഇട്ട് എഴുതി എക്സ് പ്ലസ് വൈ. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലാവുന്നു. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെ എത്ര എക്സ് ഉണ്ട്, 2 എക്സ് ഉണ്ട്, 2 വൈ ഉണ്ട്. അപ്പോൾ 2x പ്ലസ് 2y ഈക്വൽ ടു 180 എന്ന് കിട്ടി. ഇനി അതിൽ നിന്നും കോമൺ ആയിട്ട് പൊതുവായിട്ട് 2 ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 എന്ന് എഴുതാം. ഓക്കെ, അതിൽ നിന്നും ആ 2 ഇവിടെ ഇൻറ്റു എന്നാണ്, ഗുണിക്കണം എന്നാണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം എന്നായിട്ട് മാറും. അതുകൊണ്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180/2 90 എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഒരു ആൾജിബ്രിക് പ്രൂഫാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു ഡയമീറ്ററിൻ്റെ 2 എൻഡ്സ് ഓൺ ദി സർക്കിളിൽ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളിനെ സെമി സർക്കിൾ ഈസ് റൈറ്റ്, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം അല്ലേ. ഇഫ് വി ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു. ഇഫ് വി ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഓൺ ദി സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ. വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും കിട്ടുന്നത് മട്ടകോണാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വെച്ച പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, തത്വം എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ നമ്മളതിനെ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞതാണ്, ആംഗിളിനെ സെമി സർക്കിൾ ഈസ് റൈറ്റ്, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 90 ഡിഗ്രി ഒക്കെ വരച്ച് നമ്മൾ കാണിച്ചിരിക്കുന്നത്. എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ആ എയും ബിയും നമ്മൾ പി എന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, നീട്ടി വരച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന ആ കോൺ 90 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നോക്കുക, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഈ ഒരു ഡയമീറ്റർ ഇവിടെ നോക്കുക, ഇത് ഡയമീറ്റർ ആണ്. ഇതിൻ്റെ എൻഡ്സ് വൃത്തത്തിൽ ഏതൊരു പോയിന്റിലേക്കും കണക്ട് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞത്. അപ്പോൾ വൃത്തത്തിനകത്തുള്ള ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താ വരിക, അതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ചിത്രം വരുന്നതെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. കറക്റ്റ് സർക്കിളിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലാവുന്നു. എന്നാൽ ഇങ്ങനെയുള്ള കേസിൽ ഈ ആംഗിൾ, ഈ കോൺ എത്ര ഡിഗ്രിയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ആ ചിത്രം വീണ്ടും ഞാൻ മറ്റൊരു രീതിയിൽ വരച്ചു. ഇവിടെ എ എന്ന് കൊടുത്തു, ബി എന്ന് കൊടുത്തു അല്ലേ, എ ബി എന്നുള്ള രീതിയിൽ കൊടുത്തു. ഇവിടെ പി എന്നുള്ള പോയിന്റ് കൊടുത്തു, ഇവിടെ പി എന്നാണ് കൊടുത്തത്. ഇവിടെ ബി എന്ന് കൊടുത്തു, ഇവിടെ എ എന്ന് കൊടുത്തു അല്ലേ. എന്നിട്ട് ഇത് ഇവിടേക്ക് ഇങ്ങനെ നീട്ടി വരച്ചു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പിയിൽ നിന്ന് ക്യൂയിലേക്ക് വരച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് ബിയിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ഇപ്പോൾ വലിയ ത്രികോണം പരിഗണിക്കുമ്പോൾ എ ഇവിടെ ക്യൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് എ ക്യൂ ബി 90 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇനി മറ്റൊരു രീതിയിൽ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും വരിക, അപ്പോൾ ഈ ഒരു ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ചെറിയ ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യൂ. ആ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 2 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? ഈ 2 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടണം. ഇവിടെ ഓൾറെഡി 90 ആണ് അല്ലേ. അപ്പോൾ ഈ 2 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടണം. ഓക്കെ, അപ്പോൾ നോക്കുക ഈ ആംഗിൾ എത്രയാണ് വരിക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ പറയുന്നുള്ളൂ. ഇങ്ങനെ സർക്കിളിനകത്ത് വരുന്ന ഏതൊരു ആംഗിൾ ആണെങ്കിലും ഡയമീറ്ററിൻ്റെ 2 എൻഡ്സ് കൂട്ടിയിട്ട് നമ്മൾ ഒരു സർക്കിളിൻ്റെ ഇൻസൈഡിൽ, അതായത് വൃത്തത്തിനകത്തുള്ള ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90-നേക്കാൾ കൂടുതലാണ് വരുന്നത്. 90-നേക്കാൾ കൂടുതലായിരിക്കും വരിക അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്കറിയാം
ഈ രണ്ട് ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നു? 90 കിട്ടുന്നു. ഇവിടെ ഓൾറെഡി ക്യൂ എന്നുള്ള ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? 90 ഡിഗ്രിയാണെന്ന് അറിയാം. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ആയിരിക്കും. എന്നാൽ ഇവിടെ ഈ രണ്ട് ഇത് നോക്കുന്ന സമയത്ത് ലീനിയർ പെയർ ആണെന്ന് പറയുക, രേഖീയ ജോഡികളാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാലേ 90 ആവുള്ളൂ. ഒന്നുകൂടിയും പറയാം, നോക്കുക, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. കാരണം ഈ രണ്ട് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 90 കിട്ടുള്ളൂ. ആ 90ഉം ഇവിടുത്തെ ക്യൂവിലെ 90 കൂട്ടുമ്പോഴാണ് 180 ഡിഗ്രി കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ കോൺസെപ്റ്റ്? അപ്പോൾ ഈ രണ്ട് കോണും കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് കോണും 90 ഡിഗ്രിയേക്കാൾ കുറവാണെന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ ഇവിടെ 30 സങ്കല്പിക്കുക. ഇവിടെ 30 ആണെങ്കിൽ ഈ കോൺ എത്ര ആയിരിക്കണം? 120 അല്ലേ? ഇവിടെ 30 ആണെങ്കിൽ ഈ കോൺ എന്തായിരിക്കണം? 120. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടുന്നതെങ്കിൽ ഇനി ഇവിടെ 45 സങ്കല്പിക്കുക. രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ മാക്സിമം എന്തേ കിട്ടാൻ പറ്റുള്ളൂ? 90 കിട്ടാൻ പറ്റുള്ളൂ. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെയും 45 ആണെങ്കിൽ ഇവിടെ 125 വരേണ്ടി വരും അല്ലേ? അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മാക്സിമം ഇവിടെ എത്ര വരാൻ പറ്റുക? 90 വരാൻ പറ്റും. അപ്പോൾ 90 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ ഇങ്ങനെ കിട്ടില്ല അല്ലേ? അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഈ കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം. ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ഇത് രണ്ടും നോക്കുന്ന സമയത്ത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. കാരണം ലീനിയർ പെയറാണ്, രേഖീയ ജോഡികളാണ് അല്ലേ? പിയിലെ കോണും പിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കോണും, അതായത് APBയും അതുപോലെ തന്നെ BPQവും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഈ കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ഇതെന്തായിരിക്കണം? 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇത് രണ്ടും കൂട്ടുന്ന സമയത്ത് 180 കിട്ടുള്ളൂ, ലീനിയർ പെയറായിട്ട്, രേഖീയ ജോഡികളായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വൃത്തത്തിനകത്താണ് വരുന്നതെങ്കിൽ എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. കറക്റ്റ് ഓൺ ദി സർക്കിളാണ്, കറക്റ്റ് വൃത്തത്തിൽ തന്നെ വരികയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത കേസ് നോക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന് പുറത്തായി കഴിഞ്ഞാൽ എങ്ങനെ വരിക? ഇവിടെ 90 ഡിഗ്രിയാണ്, ഇനി ഇത് പുറത്തേക്കാണ് നീട്ടുന്നതെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രിയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒക്കെ ഫസ്റ്റ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് എന്നുള്ള ആ പോയിന്റ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണ് എങ്കിൽ നോക്കുക, ഇവിടെയും 90 ഡിഗ്രിയാണ് വരിക, ഇവിടെ 90 ഡിഗ്രിയാണ് വരിക, ഇവിടെ 90 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ അല്ലേ? കാരണം ഇത് രണ്ട് ലീനിയർ പെയറാണ്, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ. രേഖീയ ജോഡികളാകുമ്പോൾ ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും 90, കാരണം ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ്. അത് രണ്ട് സൈഡിലും കിടക്കുന്ന കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ, ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം, 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 90 കിട്ടണമെങ്കിൽ ഇതെന്തായിരിക്കണം? 90നേക്കാൾ കുറവായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്തി. അപ്പോൾ വൃത്തത്തിന് പുറത്താണ് എങ്കിൽ, അതായത് ഒരു ഡയമീറ്ററിൻ്റെ, ഒരു വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിന് പുറത്തേക്കാണ് നമ്മൾ യോജിപ്പിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. വെൻ ഇറ്റ് ഈസ് ഇൻസൈഡ് ദി സർക്കിൾ ദെൻ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. വെൻ ഇറ്റ് ഈസ് ഓൺ ദി സർക്കിൾ ദെൻ ദി ആംഗിൾ ഈസ് 90 ഡിഗ്രി അല്ലേ? വൃത്തത്തിനകത്താണെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ കൂടുതലും, വൃത്തത്തിലാണെങ്കിൽ 90 ഡിഗ്രിയും, വൃത്തത്തിന് പുറത്താണെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ കുറവുമായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചത്. ഓക്കെ, if a pair of lines drawn from the ends of a diameter of a circle are perpendicular to each other then they meet on the circle അല്ലേ? അതായത് ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ, ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡ്സ് നമ്മൾ സർക്കിളിലെ ഏതെങ്കിലും പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ രണ്ട് ലൈൻസ് എന്തായിരിക്കും? പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ തേർഡ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൾ പെയേഴ്സ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് drawn from the ends of a fixed line meet on the circle with that line as diameter. വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ രണ്ടറ്റത്ത് നിന്ന് വരയ്ക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അവ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലായിരിക്കും. ശരിയാണല്ലോ? ഡയമീറ്റർ വരച്ചിട്ട് ആ ഡയമീറ്ററിൻ്റെ എൻഡ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ കറക്റ്റ് ഓൺ ദി സർക്കിൾ അത് ടച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതേപോലെ തന്നെ പറയുന്നത് ഒരു വരയുടെ രണ്ടറ്റത്ത് നിന്ന് പരസ്പരം ലംബമായി വരയ്ക്കുന്ന വരകളെല്ലാം ആ വര വ്യാസമായ വൃത്തത്തിൽ കൂട്ടിമുട്ടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചിത്രം തന്നെയാണ് ഒന്നുകൂടി പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ തിയറി പറയുന്നത് ഈ രണ്ട് ലൈൻസ് പരസ്പരം ലംബമാണ് എങ്കിൽ അത് വൃത്തത്തിൽ കൂട്ടിമുട്ടും അല്ലേ? അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡ്സിലേക്ക് തന്നെയാണ് അത് കൂട്ടിമുട്ടുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി നമ്മളിതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകുന്നു. Suppose we draw a circle with the bottom side of the triangles in the pictures as diameter
Find out whether the top corner of each triangle is inside the circle, on the circle or outside the circle. ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ഓരോ ത്രികോണത്തിൻ്റെയും മേൽമൂല വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ രണ്ട് അറ്റവും കണ്ടല്ലോ, ഈ അറ്റവും അതുപോലെ തന്നെ ഈ അറ്റവും കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ് എങ്കിൽ, ഒരു അർദ്ധവൃത്തമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫുൾ സർക്കിൾ വരയ്ക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾസിൻ്റെ ഓരോ മൂലകളും ഈ വൃത്തത്തിനെ അപേക്ഷിച്ച് എവിടെയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നോക്കാം, 110 ഡിഗ്രി അതെവിടെയായിരിക്കും നിങ്ങൾക്ക് തന്നെ പറയാം. 110 ഡിഗ്രി എവിടെയായിരിക്കും? ഇവിടെ നമുക്ക് എ ബി എന്നുള്ള പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ഇതാണ് എ ബി ഡയമീറ്റർ ആണ് സങ്കല്പിക്കുക, വ്യാസമാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എ ബി വ്യാസമായിട്ട് ഞാനൊരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഈ 110 ഡിഗ്രി വൃത്തത്തിനകത്താണോ പുറത്താണോ വരിക? നമ്മൾ നേരത്തെ പ്രിൻസിപ്പിൾ പഠിച്ചതാണ്, അതിനകത്ത് എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ്. എങ്ങനെ വരിക? ഇൻസൈഡ് ദി സർക്കിൾ, വൃത്തത്തിനകത്താണ് വരിക. ഓക്കെ, വൃത്തത്തിനകത്ത്. ഇതെന്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ എവിടെ വരിക? ഓൺ ദി സർക്കിൾ, വൃത്തത്തിലാണ് വരിക അല്ലേ. ഇനി ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിലോ 70 ഡിഗ്രി എവിടെ വരിക? ഔട്ട്സൈഡ് ദി സർക്കിൾ, വൃത്തത്തിന് പുറത്ത് അല്ലേ. അപ്പോൾ 110 എവിടെ വരിക? ഇൻസൈഡ് ദി സർക്കിൾ, വൃത്തത്തിനകത്ത്. 90 ഡിഗ്രിയോ? ഓൺ ദി സർക്കിൾ, വൃത്തത്തിൽ. മൂന്നാമത്തതോ 70 ഡിഗ്രി എവിടെ വരിക? ഔട്ട്സൈഡ് ദി സർക്കിൾ, വൃത്തത്തിന് പുറത്ത്. അപ്പോൾ അതേ രീതിയിലാണ് നമ്മളിതിൻ്റെ ആൻസർ എഴുതുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ദെൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഷോൺ ചെക്ക് വെദർ ദ അതർ ടു കോർണേഴ്സ് ആർ ഇൻസൈഡ്, ഓൺ ഓർ ഔട്ട്സൈഡ് ദി സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗണൽസ് ആസ് ഡയമീറ്റർ. ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ ഓരോ വികർണവും വ്യാസമായി വൃത്തം വരച്ചാൽ ആ വികരണത്തിലല്ലാത്ത എതിർമൂലകൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്കൊരു ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. നമുക്കതിനെ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി അങ്ങനെ വിളിക്കാം, എ ബി സി ഡി എന്ന് വിളിക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് 3 ആംഗിൾസാണ് തന്നിരിക്കുന്നത്, 3 കോണുകളാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ കോണ് നമുക്ക് കണ്ടെത്തിക്കൂടെ? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടണം? 360 ഡിഗ്രി കിട്ടണം അല്ലേ. അത് നമുക്കറിയാം. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി സീക്വൽ ടു എത്ര വരിക? 360 ഡിഗ്രി. പോളിഗണൊക്കെ നിങ്ങൾ പഠിച്ചാണ്, ബഹുഭുജം പഠിച്ച സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എഴുതി 105 പ്ലസ് 55 പ്ലസ് 110 പ്ലസ് ഈ കോണ് നമുക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ എക്സ് എന്ന് എടുത്തു. ഓക്കെ, അതാണ് ഇവിടെ ചെയ്ത് 105 പ്ലസ് 55 പ്ലസ് 110 പ്ലസ് എക്സ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 360 കിട്ടണം. അപ്പോൾ 105ഉം 55ഉം 110ഉം കൂട്ടിയപ്പോൾ എനിക്ക് 270 കിട്ടി. എത്ര കിട്ടി? 270. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ 360ൽ നിന്നും 270 അങ്ങ് കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 90 എന്ന ആൻസർ കിട്ടും. എത്ര കിട്ടത്? 90. അപ്പോൾ ഈ ആംഗിൾ എത്ര വരിക? 90 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രി എന്നാണ് വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഓരോന്നും വരയ്ച്ചു പറയുന്നു. നമ്മൾ ആദ്യം എ സി ഡയമീറ്ററായിട്ട് സർക്കിൾ വരച്ചു എന്ന് വിചാരിക്കുക. ഡയഗണൽ എ സി വെച്ചിട്ട് എ സി വികരണമായിട്ടുള്ള അല്ലെങ്കിൽ എ സി വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ എന്താ വരിക? അതെവിടെ വരിക? എ സി ഡയഗണലായിട്ട് എ സി ഡയമീറ്ററായിട്ട് എ സി വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുമ്പോൾ ഈ ഡി എന്ന് പറയുന്ന ആംഗിൾ എവിടെ വരിക? 90 ഡിഗ്രി ആയതുകൊണ്ട് ഓൺ ദി സർക്കിൾ അല്ലേ, വൃത്തത്തിൽ ആണ് വരുന്നത്. വൃത്തത്തിലാണ് വരുന്നത് 90 ഡിഗ്രി. ഡി എന്ന് പറയുന്നത് ഓൺ ദി സർക്കിളാണ് വരിക. ഇനി നമ്മളോട് അടുത്ത് ചോദിച്ചിരിക്കുന്നതാണ്, ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ ഓരോ വികരണവും വ്യാസമായി വൃത്തം വരച്ചാൽ ആ വികരണത്തിലല്ലാത്ത എതിർമൂലകൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിവിടെ എ സി വ്യാസമായിട്ട് വരച്ച് നോക്കിയപ്പോൾ എന്താണ്? ഡി അതിനകത്ത് പെടും. കാരണം എന്താ? ഡിയുടെ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ എ സി വ്യാസമായി വൃത്തം വരച്ച് കഴിഞ്ഞാൽ, എ സി ഡയമീറ്ററായിട്ട് നമ്മൾ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സർക്കിൾ ദ പോയിന്റ് ഡി ഈസ് ഓൺ ദി സർക്കിൾ. ഡി എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിനകത്ത് തന്നെയായിരിക്കും, കാരണം അവിടെ 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് തിരിച്ചു നോക്കാം. നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിലോ, ഇവിടെ ബി ഡി വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുകയാണെങ്കിലോ, ബി ഡി വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചും പറയണം, ഇവിടെ എ സി വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുന്ന സമയത്ത് ഡി എന്ന പോയിന്റ് എന്താണ്? ഓൺ ദി സർക്കിൾ, കാരണം 90 ഡിഗ്രിയാണ്.
അങ്ങനെയാണെങ്കിൽ ബി എന്ന പോയിന്റ് എങ്ങനെ വരിക? ബി 55 ഡിഗ്രിയാണ്. അപ്പോൾ എന്താ വരിക? വൃത്തത്തിന് പുറത്താണ് അല്ലേ? വെൻ വി ഡ്രോ എ സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ then the point D is on the circle and the point B is outside the circle അല്ലേ? എ സി വ്യാസമായി വൃത്തം വരയ്ക്കുമ്പോൾ ഡി എന്ന പോയിന്റ് വൃത്തത്തിലും ബി എന്ന പോയിന്റ് വൃത്തത്തിന് പുറത്തുമായിരിക്കും. കാരണം എന്താണ്? ലെസ് ദാൻ 90 90 ഡിഗ്രിയേക്കാൾ കുറവാണ്, 55 ഡിഗ്രി ആയതുകൊണ്ട് അത് പുറത്ത് വരും. ഇനി നമ്മൾ തിരിച്ചു വരയ്ക്കുകയാണെങ്കിലോ, ബി ഡി വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുകയാണെങ്കിലോ എ എന്നുള്ള പോയിന്റ് എവിടെ വരിക? എ 105 ഡിഗ്രിയാണ്. അപ്പോൾ എങ്ങനെ വരിക? ഇൻസൈഡ് ദി സർക്കിൾ അല്ലേ? വെൻ വി ഡ്രോ എ സർക്കിൾ വിത്ത് ബി ഡി എസ് ഡയമീറ്റർ then the angle A is inside the circle because it is greater than 90 degree. 90 ഡിഗ്രിയേക്കാൾ കൂടുതലായതുകൊണ്ട് എ എന്ന കോൺ എവിടെ വരിക? വൃത്തത്തിനകത്താണ് വരിക. സി എന്ന കോണോ? താഴെ വരുന്നത് സി എന്ന കോണാണ്. അപ്പോൾ സി എന്ന കോൺ എവിടെ വരിക? അതും വൃത്തത്തിനകത്താണ് വരുന്നത്. കാരണം എന്താണ്? 110 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്, അതുകൊണ്ട് അതും വൃത്തത്തിനകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എ സി വ്യാസമാകുമ്പോൾ ഡി ഓൺ ദി സർക്കിൾ, ബി ഔട്ട്സൈഡ് ദി സർക്കിൾ, ബി ഡി വ്യാസമാകുമ്പോൾ എയും സിയും ഇൻസൈഡ് ദി സർക്കിൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ മൂവിങ് ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. If circles are drawn with each side of a triangle of sides 5 cm, 12 cm and 13 cm as diameters, then with respect to each circle, where would be the third vertex? വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ ആയ ത്രികോണത്തിൻ്റെ ഓരോ വശവും വ്യാസമായി വൃത്തം വരച്ചാൽ മൂന്നാം മൂല വൃത്തത്തിൽ എവിടെയായിരിക്കുമെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കാം. വശങ്ങളുടെ നീളം എത്രയാണ്? സൈഡ്സിൻ്റെ ലെങ്ത്തുകൾ എത്രയാണ്? 5, 12, 13. 5, 12, 13. അപ്പോൾ നമുക്കത് വരയ്ക്കാം. ഇതാണ് വരച്ചിരിക്കുന്നത്. 5, 12, 13 എന്നായിട്ടുള്ള നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. ഇതിൻ്റെ ഈ സൈഡ് എ ആണ്, ഇവിടെ ബി ആണ് സങ്കല്പിക്കുക, ഇവിടെ സി ആണ്, മൂന്നാമത്തെ വെർട്ടെക്സ് സി ആണ് സങ്കല്പിക്കുക. അപ്പോൾ നോക്കുക, ഇവിടെ ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഏറ്റവും ചെറിയ വശം അല്ലേ, ലംബവശങ്ങളെടുത്തു. 5, 12, 13 അല്ലേ? ഏറ്റവും വലിയ വശമായിരിക്കും അതിൻ്റെ കാരണമായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ നോക്കുക, ഇവിടെ 5, 12, 13 ഉണ്ട്. 3 വശങ്ങൾ. ത്രികോണങ്ങൾ എങ്ങനെ വരയ്ക്കാം കേട്ടോ? മട്ടത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെന്നൊന്നും നമുക്ക് ആദ്യം പറഞ്ഞിട്ടില്ല. 3 സൈഡ്സ് എന്നിട്ടുണ്ട്. അപ്പോൾ 3 സൈഡ്സ് ഞാൻ ഇതേ രീതിയിലെടുത്തു. 5, 12, 13 എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്? 5² + 12² ചെയ്ത് നോക്കി അല്ലേ? നിങ്ങൾക്ക് 5² + 13² ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും 2 ചെറിയ വശങ്ങളെടുത്ത് സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പോൾ 5² + 12² ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 169 ആണ്. 5² 25, 12² 144. അപ്പോൾ 144 25 ചെയ്തപ്പോൾ 169 കിട്ടി. ആ 169 മൂന്നാമത്തെ വശത്തിൻ്റെ സ്ക്വയർ ആണ് നോക്കുക. മൂന്നാമത്തെ വശം ഏതാണ്? 13. 13ൻ്റെ സ്ക്വയർ ആണ് നോക്കി. 13ൻ്റെ സ്ക്വയർ ആണ് 169 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പൈതഗോറസ് തിയറം അനുസരിക്കുന്നു അല്ലേ? ഇത് പൈതഗോറസ് സിദ്ധാന്തം അനുസരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ട്രയാങ്കിൾ ഈസ് റൈറ്റ് ട്രയാങ്കിൾ എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുക എന്താണ്? എ ബി വ്യാസമായിട്ടും ബി സി വ്യാസമായിട്ടും അതുപോലെ തന്നെ എ സി വ്യാസമായിട്ടൊക്കെ നമ്മൾ വൃത്തം വരയ്ക്കുന്ന സമയത്ത് മൂന്നാം മൂല, അതിൻ്റെ തേർഡ് വെർട്ടെക്സ് എവിടെയായിരിക്കുമെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഇത് പൈതഗോറസ് തിയറം അനുസരിക്കുന്നുണ്ട് എങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി 90 ഡിഗ്രി. അത് ഉറപ്പായും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? എ ബി വ്യാസമായിട്ട് വൃത്തം വരയ്ക്കണം. അപ്പോൾ ഈ 2 ആംഗിൾ എന്തായിരിക്കും? ഈ കോണും അതുപോലെ തന്നെ സി എന്നുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. കാരണം ഇത് 90 ഉണ്ട്, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടണം. അങ്ങനെ ആകുമ്പോഴേ 150 ഡിഗ്രി ആവുള്ളൂ. അപ്പോൾ ഈ 2 ആംഗിൾസും എന്താണ്? ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് നോക്കുക, എ ബി ഡയമീറ്റർ ആയിട്ട് എ ബി വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുന്ന സമയത്ത് സിയുടെ പൊസിഷൻ എവിടെയാണ്? അതാണ് നമ്മുടെ ചോദ്യം. സിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? എല്ലാവർക്കും അറിയാം, സിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദി സർക്കിൾ. കാരണം 90 ഡിഗ്രികൾ കുറവായിരിക്കും സി എന്നുള്ള കോൺ. കാരണം എന്താണ്? ഇവിടെ 90 ഡിഗ്രിയാണ്, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം. അതുകൊണ്ട് when we draw a circle with AB as diameter, then the position of C will be outside the circle because it is less than 90 degree. ഇനി അടുത്ത് നോക്കുക, ബി സി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ബി സി ഡയമീറ്റർ ആയിട്ട് ഏറ്റവും വലിയ വശം 13 സെൻറ്റിമീറ്റർ ഉള്ള സൈഡ് നമ്മൾ വ്യാസമായിട്ട് ഡയമീറ്റർ ആയിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് എ? എയുടെ പൊസിഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓൺ ദി സർക്കിൾ. അത് വൃത്തത്തിലായിരിക്കും. കാരണം എന്താണ്? എ എന്നുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ് വരുന്നത്. അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഓൺ ദി സർക്കിൾ. ദെൻ തേർഡ്, എ സി ഡയമീറ്റർ ആയിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോഴോ
എ സി ഡയമീറ്റർ ആയിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ബിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഔട്ട് സൈഡ് ദി സർക്കിൾ ആയിരിക്കും. കാരണം ഇത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എ ബി വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ബിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ഔട്ട് സൈഡ് ദി സർക്കിൾ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഓരോ വശവും നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഇത് പൈതഗോറസ് തിയറം അനുസരിക്കുന്നുണ്ടോ നോക്കി. പൈതഗോറസ് തിയറം അനുസരിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇത് മട്ടത്രികോണമാണ്. അപ്പോൾ എവിടെയാണ് ലംബവശങ്ങൾ വരുന്നത് നോക്കുക. ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ കൂടി ചേർന്നതായിരിക്കും 90 ഡിഗ്രി. അതുകൊണ്ടാണ് ഇവിടെ 90 ഡിഗ്രി എ എന്നുള്ള ആംഗിളിൽ 90 ഡിഗ്രി നമ്മൾ രേഖപ്പെടുത്തിയത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? മറ്റു രണ്ട് വശങ്ങൾ, രണ്ട് ആംഗിൾസും 90 ഡിഗ്രിയേക്കാൾ കുറവാണ്, 90 ഡിഗ്രിയേക്കാൾ കുറവാണെന്ന് നമ്മൾ കണ്ടെത്തി. അതിനുശേഷം നമ്മൾ ഓരോ സൈഡും ഡയമീറ്റർ ആയിട്ട് വെച്ച് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ തേർഡ് വെർട്ടെക്സ്, മൂന്നാം മൂല എവിടെയായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എ ബി ആണെങ്കിൽ സി എന്നുള്ളത് പുറത്ത്, കാരണം 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. ബി സി ആണെങ്കിൽ എയിലൂടെയാണ് പാസ് ചെയ്യുക. എ 90 ഡിഗ്രി ആയതുകൊണ്ട് കറക്റ്റ് ഓൺ ദി സർക്കിൾ ആയിരിക്കും, വൃത്തത്തിലായിരിക്കും. ഇനി എ സി ആണെങ്കിലോ ബിയുടെ പൊസിഷൻ എന്തായിരിക്കും? മൂന്നാം മൂല ബി ആണ്. ബിയുടെ പൊസിഷൻ എന്തായിരിക്കും? ഔട്ട് സൈഡ് ദി സർക്കിൾ. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് പ്രോബ്ലം. ഇൻ ദ പിക്ചർ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ and a smaller circle with half the line as diameter. Prove that any chord of the larger circle through the point where the circles meet is bisected by the small circle. ചിത്രത്തിൽ ഒരു വര വ്യാസമായി ഒരു വൃത്തവും വരയുടെ പകുതി വ്യാസമായി ഒരു ചെറുവൃത്തവും വരച്ചിരിക്കുന്നു. വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ വലിയ വൃത്തത്തിൽ വരയ്ക്കുന്ന ഏത് ഞാണിനെയും ചെറിയ വൃത്തം സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ്. ചോദ്യം വലുതാണെങ്കിൽ ഉത്തരം ചെറുതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലെങ്തസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എങ്കിൽ ആൻസർ വിൽ ബി വെരി സ്മോൾ അല്ലേ? ആൻസർ വളരെ ചെറിയ ആൻസർ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് പറഞ്ഞിരിക്കും നോക്കുക. ഇവിടെ എ എന്നുള്ള പോയിന്റ് ഞാൻ കൊടുക്കുന്നു, ഇവിടെ ബി എന്നുള്ള പോയിന്റ് കൊടുക്കുന്നു. ഇത് സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വൃത്ത കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ ഒ എന്നുള്ള പോയിന്റ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പി എന്നുള്ള പോയിന്റ് കൊടുക്കുന്നു. എന്നിട്ട് പിയിൽ നിന്ന് ഒയിലേക്കൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും പോയിന്റ് കൊടുക്കാം, ആർ എന്നൊക്കെ പോയിന്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ചെറിയ സർക്കിൾ പരിഗണിക്കുമ്പോൾ വെൻ വി കൺസിഡർ ദ ട്രയാങ്കിൾ എ ഒ പി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ട്രയാങ്കിൾ എ ഒ പി കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൽ ഈ ആംഗിൾ എന്താണ്? ആംഗിൾ പി എന്താ വരിക? ആംഗിൾ പി 90 ഡിഗ്രി എന്ന് വരും. കാരണം എന്താ? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. ആംഗിളിൻ്റെ സെമി സർക്കിൾ ഇസ് റൈറ്റ്. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് അല്ലേ, ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുന്നു. ഓക്കെ, ഇനി നോക്കുക. ഇത് 90 ഡിഗ്രി ആവുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ എന്താണ്? ഇത് 90 ഡിഗ്രി വരിക. ലീനിയർ പെയർ ആകുമ്പോൾ ഇത് 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ നോക്കുക, ഞാൻ 9ാം ക്ലാസ്സിൽ ആ ചെറിയൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ ആൻസർ പറയാം. എ ആർ എന്നുള്ള ഈ കോഡ് അല്ലേ, എ ആർ എന്നുള്ള ഈ ഒരു ഞാൻ നോക്കുക. അപ്പോൾ വൃത്തത്തിലെ ഞാണിൽ നിന്നും ലംബമായി വൃത്തകേന്ദ്രത്തിലേക്ക്, കണ്ടോ വൃത്തകേന്ദ്രം അല്ലേ ഇത്? വൃത്തകേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന വരയാണിത് അല്ലേ? അപ്പോൾ എന്താണ് പ്രത്യേകത? അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം, വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു എന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു എനി കോഡ് വിൽ ബൈസെക്ട് ദാറ്റ് കോഡ്. അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. വൃത്തകേന്ദ്രത്തിൽ നിന്നും ലംബമായി വരയ്ക്കുന്നത്, ലംബമായിട്ട് വരാനുള്ള കാരണം എന്താ? അവിടെ 90 ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞു, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. ആംഗിളിൻ്റെ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് മനസ്സിലായത് അല്ലേ? സോ the perpendicular drawn from the center of the circle to the chord AR will bisect that chord. കാരണം എന്താണ്? അതാണ് നമ്മുടെ തിയറി പറയുന്നത്. വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു. അത്രമാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ, ഒരു 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ദെൻ മൂവിങ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമൈൻ അപ് ടു 2 ഡെസിമൽ പ്ലേസസ് the perimeter and the area of the circle in the picture. ചിത്രത്തിലെ വൃത്തത്തിൻ്റെ ചുറ്റളവും പരപ്പളവും 2 ദശാംശ സ്ഥാനങ്ങൾക്ക് കൃത്യമായി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണക്കാക്കുക. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിക്കേ, സർക്കിൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സർക്കിളിൽ ഈ സൈഡ് എത്ര വന്നിരിക്കുന്നത് നോക്കിക്കേ നിങ്ങൾ? 6 ആണ്. ഇവിടെ 6 സെൻറ്റിമീറ്റർ. ഇവിടെ എത്ര വന്നിരിക്കുന്നത്? ഇതാ 3ലാണ് അവസാനിക്കുന്നത്. ഇത് 3.
അപ്പോൾ ഇനി ഇത് കണക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നമുക്ക് കണ്ടെത്തണം ആദ്യം അല്ലേ. ഇത് 6 ഇത് 3 അല്ലേ. ഇത് 90 ഡിഗ്രിയാണ്, അതിനാണ് ഇതിവിടെ സെറ്റ് സ്ക്വയർ വെച്ചിരിക്കുന്നത്. 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ഈ സൈഡ് എന്താണ്, അതാണ് വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. ആ ഡയമീറ്റർ എത്രയും നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ ഏരിയ കണ്ടെത്തണം, പെരിമീറ്റർ കണ്ടെത്തണം, സർക്കംഫറൻസ് അതായത് അതിൻ്റെ ചുറ്റളവും പരപ്പളവും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് പോകുന്നു. ഇവിടെ നോക്കുക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ അല്ലേ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എ സ്ക്വയർ ബേസ് എത്രയാണ്, അപ്പോൾ അതിൻ്റെ സി കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വശം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റൂട്ട് എടുക്കണം അല്ലേ. അതിൻ്റെ റൂട്ട് എടുക്കണം. അതുകൊണ്ടാണ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും, 3ൻ്റെ സ്ക്വയർ 9, 6ൻ്റെ സ്ക്വയർ 36 അല്ലേ. അപ്പോൾ 36ഉം 9ഉം കൂട്ടുമ്പോൾ 45. അപ്പോൾ റൂട്ട് 45 എന്ന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ വശം എത്രയാണ്, അതായത് വൃത്തത്തിൻ്റെ വ്യാസം എത്രയാണ്, ഡയമീറ്റർ എത്രയാണ്, റൂട്ട് 45. റൂട്ട് 45 നമുക്ക് എങ്ങനെ എഴുതാം, 9 × 5 45 എന്ന് എഴുതാം അല്ലേ. 9 × 5 എത്രയാണ്, 45. അപ്പോൾ 9ൻ്റെ റൂട്ട് എടുത്തു 3, ബാക്കി വരുന്നത് റൂട്ട് 5 അല്ലേ. അപ്പോൾ 3 റൂട്ട് 5 ആണ് വൃത്തത്തിൻ്റെ വ്യാസം, ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ചുറ്റളവ് പറയുമ്പോൾ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയാം, പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്, 2πr 2πr അല്ലെങ്കിൽ πd അല്ലേ. 2 × r എന്ന് പറഞ്ഞാൽ എന്താണ്, ആരത്തിൻ്റെ ഇരട്ടി അല്ലേ. ആരത്തിൻ്റെ റേഡിയസിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ d, അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് π × d. അപ്പോൾ 2 × π × r എത്രയാണ്, നമുക്ക് ഇവിടെ കിട്ടിയത് 3 റൂട്ട് 5 ആണ് വ്യാസം, ഡയമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ പകുതി ആയിരിക്കും ആരം, അതുകൊണ്ടാണ് ഇൻറ്റു 3 റൂട്ട് 5/2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 × π × 3 റൂട്ട് 5/2 ആ രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് പൈയുടെ വില 3.14 എന്ന് കൊടുക്കുക. അപ്പോൾ 2 × 3.14 അല്ലേ, ഇനി 3 റൂട്ട് 5/2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 21.07 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളോട് കാൽക്കുലേറ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത ഏരിയ, പരപ്പളവ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, നമുക്ക് എങ്ങനെ കണ്ടെത്താം, πr സ്ക്വയർ ആണ് പരപ്പളവ് ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എഴുതി π × r പകരം 3 റൂട്ട് 3/5 നോക്കുക, ഇത് ഒരേ ലൈനിൽ വരേണ്ടതാണ്. അപ്പോൾ π × ഇതേപോലെ എഴുതുക 3 റൂട്ട് 5/2 ദ ഹോൾ സ്ക്വയർ എന്നാണ്, ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, πr സ്ക്വയർ അല്ലേ. അപ്പോൾ പൈയുടെ വില കൊടുത്തു 3.14 ഇവിടെ 3ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9, റൂട്ട് 5ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 5, 2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4. അപ്പോൾ എന്ത് കിട്ടി, π × 9 × 5/4, 9 × 5 45, 45/4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. അതിനെ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 35.32. യൂണിറ്റ് എന്താണ്, ഏരിയ ആയതുകൊണ്ട്, പരപ്പളവായതുകൊണ്ട് യൂണിറ്റ് എന്താണ്, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനുള്ള കണക്കുകളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, സർക്കിൾസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് ആംഗിളിൻ്റെ സെമി സർക്കിൾ ഇസ് റൈറ്റ്, അർദ്ധവൃത്തത്തിലെ കോൺ വട്ടക്കോണാണ് എന്നുള്ള ആ സങ്കല്പം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി നമ്മൾ ക്ലാസ്സുകൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.